Hi guys, and welcome to today's session of the Hindu Decode by Geoid. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന നമ്മുടെ ആദ്യത്തെ ന്യൂസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. വാട്ട് ആർ ദി ചാലഞ്ചസ് കോൺഫ്രണ്ടിങ് ദി ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളതാണ്. പ്രിലിംസിൽ GS പേപ്പർ 1 പോളിറ്റി ആൻഡ് ഗവർണൻസിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ മെയിൻസിൽ GS പേപ്പർ 2 ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റുകളിലോട്ടുള്ള അപ്പോയിന്റ്മെന്റും പിന്നെ അവരുടെ പവേഴ്സും ഫങ്ഷൻസും പിന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന്റെ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു GS പേപ്പർ 2 ഓക്കെ. സോ നമുക്ക് ആ ഒരു ഹെഡിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ നമ്മൾ ഈ ന്യൂസിലോട്ട് പോകുമ്പോൾ നമുക്ക് രാഹുൽ ഗാന്ധിയുടെ ആ ഒരു അലിഗേഷൻസ് വെച്ചിട്ട് തുടങ്ങാം. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് ചില സ്ഥലങ്ങളിൽ ഈ വോട്ടർ റോൾ മാനിപ്പുലേഷൻ അവിടെ നടന്നിട്ടുണ്ട്. ചില ആൾക്കാരുടെ പേര് അത് ആവശ്യമില്ലാണ്ട് ദേ ഹാവ് ബീൻ റോങ്ലി ആഡഡ്, അല്ലെങ്കിൽ ചില ആവശ്യമുള്ളവരുടെ പേര് ആയിരുന്നു വോട്ടർ ലിസ്റ്റിൽ നിന്ന് എടുത്ത് കളഞ്ഞു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. സോ ഈ ഒരു കംപ്ലൈന്റ് ശരിക്കും ആദ്യം വന്ന് നമ്മുടെ ഈ കഴിഞ്ഞ മഹാരാഷ്ട്ര ഇലക്ഷൻസിലാണ്. ഓക്കെ, ഇറ്റ് ഫസ്റ്റ് കെയിം അപ്പ് ഇൻ ദി മഹാരാഷ്ട്ര ഇലക്ഷൻസ്. പിന്നീട് ഇപ്പോൾ ഹരിയാനയിലും ഡൽഹിയിലും ഒക്കെ നടന്ന ഇലക്ഷൻസിൽ ഈ ഒരു അലിഗേഷൻസ് വന്നിരുന്നു. സോ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഇഷ്യൂ നമ്മൾ പറയുന്നത് ആ ഒരു ബീഹാറിലെ ഇലക്ഷൻ കമ്മീഷൻ ദി ക്യാരിഡ് ഔട്ട് SIR, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അവരവിടെ നടത്തി, അല്ലെ, വോട്ടർ ലിസ്റ്റിന് മേലെ ആ ഒരു SIR അവർ നടത്തി. സോ ആ ഒരു പ്രോസസ്സ് ഇറ്റ് ഈസ് നൗ ബീങ് ക്വസ്റ്റ്യൻ ഇൻ ദി കോർട്ട്. ഓക്കെ. So, controversy, it is about whether the election commission is keeping the voter list fair and accurate, or അവിടെ എന്തെങ്കിലും ഒരു മാനിപ്പുലേഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്നതാണ്. ഓക്കെ. സോ നമ്മൾ ഇലക്ഷൻ കമ്മീഷന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇവരൊരു പെർമനന്റ് ബോഡിയാണ്, നമുക്കറിയാലേ. അവരാണ് ഈ ഒരു പാർലമെന്റ്, സ്റ്റേറ്റ് അസംബ്ലീസ്, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റിനുള്ള ഇലക്ഷൻസ് ഒക്കെ നടത്തുന്നത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ്. സോ ആദ്യമൊക്കെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് നമ്മൾ കണ്ടത് എന്താണ്, മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സും കൂടി ദേ വർ ആഡഡ്. ഓക്കെ, ലേറ്റർ 2 more ഇലക്ഷൻ കമ്മീഷണേഴ്സ് വർ ആഡഡ്. ഓക്കെ, അറ്റ് ഫസ്റ്റ് ദർ വാസ് ഓൺലി ആ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. സോ ഇവിടെ ഈ മെമ്പേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് എങ്ങനെയാന്ന് നോക്കുമ്പോൾ 2023 നിയമപ്രകാരം ആ ഒരു സെലക്ഷൻ പാനലിൽ ഏകദേശം 3 ആൾക്കാരുണ്ടാവും. ഓക്കെ, 3 പേരാണ് ഉണ്ടാവുക. ഓഫ് കോഴ്സ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഉണ്ടാവും, പിന്നെ ഒരു യൂണിയൻ മിനിസ്റ്റർ ഉണ്ടാവും. ഓക്കെ, ആ ഒരു യൂണിയൻ മിനിസ്റ്ററിനെ തീരുമാനിക്കുന്നത് ഒരു പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ, അതേപോലെ നമ്മുടെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഉണ്ടാവും. ഓക്കെ, സോ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് 2 ആൾക്കാരുണ്ട്, ഒപ്പോസിഷൻ സൈഡിൽ നിന്ന് ഒരാളേ ഉള്ളൂ. ഓക്കെ, ഇതിലൊരു കാര്യമില്ല, വെറുതെ പേരിനാണത്. ഓക്കെ, എന്നാ പിന്നെ ഇവര് തീരുമാനിക്കുന്നവർ പറഞ്ഞാൽ പോരെ, ആരാണ് ഭരിക്കുന്നത് അവർ തീരുമാനിക്കുന്നത് പറഞ്ഞാൽ മതി, അത്ര കേസേ ഉള്ളൂ. പക്ഷെ എന്തിനാണാവോ ഇങ്ങനെ 2 മെമ്പറും 2 ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ്സ് ഇപ്പുറത്തും പിന്നെ ഒപ്പോസിഷനിൽ ഒരാളും. ഓക്കെ, സോ ക്രിട്ടിക്സ് പറയുന്നത് സെയിങ് ദാറ്റ് ദിസ് ഗീവ്സ് ദി റൂളിംഗ് പാർട്ടി ടു മച്ച് കൺട്രോൾ എന്നുള്ളതാണ്, ആൻഡ് ഇറ്റ് ഈസ് റിഡ്യൂസിങ് ദി ഇൻഡിപെൻഡൻസ് ഓഫ് ദി കമ്മീഷൻ എന്നുള്ളതാണ്. സോ ഈ ഒരു കോൺട്രവേഴ്സി ഇറ്റ് ഈസ് അബൌട്ട് ദി ഇൻഡിപെൻഡൻസ് ഓഫ് ദി ഇലക്ഷൻ കമ്മീഷൻ. ഓക്കെ, അതൊരു ഗവൺമെന്റിന് ഇൻഫ്ലുവൻസ് ഇവിടെ വരുന്നുണ്ടോ, അത് വരുന്നില്ലേ എന്നുള്ളതാണ് പ്രശ്നം. സോ നമ്മുടെ ഈ മഹാരാഷ്ട്രയിലെ ഈ ഒരു മഹാവികാസ് അഗഡി, അതായത് നമ്മുടെ ഈ ഉദ്ധവ് താക്കറെ, ശരത് പവാറിന്റെ ഒക്കെ ഇവരൊക്കെയാണ് ഇതിന്റെ മെയിൻ ആൾക്കാർ. ഓക്കെ, മഹാരാഷ്ട്രയിലെ MVAയും, അതായത് ഈ ഒരു മഹാവികാസ് അഗഡിയും, പിന്നെ ഹരിയാനയിലെ കോൺഗ്രസും ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയും, ഇവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട് വോട്ടർ ലിസ്റ്റിൽ എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് പേരുകളും ഫേക്ക് എൻട്രീസും ബൾക്ക് എൻട്രീസും കാര്യങ്ങളൊക്കെ ഇവിടെ കടന്നു വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞത് കർണാടകയിൽ ദേ ക്ലെയിം ദാറ്റ് ദി BJP benefited from such manipulation. Okay, and he demanded for machine readable voter rolls. Okay, ഡിജിറ്റൽ വെരിഫൈബിൾ ലിസ്റ്റ് ഒക്കെ വേണമെന്നാണ് പറഞ്ഞത്. സോ രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വന്നിട്ട് പറഞ്ഞത് ഈ ഒരു ഐഡിയ അവർ റിജക്ട് ചെയ്യാണ് ചെയ്തത്. ആൻഡ് ദേ സെഡ് ദാറ്റ് അതൊരു സൈബർ സെക്യൂരിറ്റി റിസ്ക് അവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. സുപ്രീം കോർട്ട് 2018 വേറൊരാൾ ഇതേപോലത്തെ കൈൻഡ് ഓഫ് റിഫോംസ് വേണമെന്ന് പറഞ്ഞപ്പോൾ കോർട്ട് പറഞ്ഞു ഇലക്ഷൻ കമ്മീഷന്റെ കൂടെയാണ് നിന്നത്. ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു സൈബർ സെക്യൂരിറ്റി റിസ്ക് വരും. ഓക്കെ, അത് പ്രശ്നമാണ് ഡിജിറ്റലി ആക്കി കഴിഞ്ഞാൽ. സോ ദി ഒപ്പോസിഷൻ സേസ് വോട്ടർ ലിസ്റ്റ് ആർ ബീങ് മിസ്യൂസ്ഡ്. പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷനെ ബാക്ക് ചെയ്യുന്നത് സുപ്രീം കോർട്ടാണ്. ദേ സേസ് ദി സ്ട്രിക്റ്റർ ഡിജിറ്റൽ സിസ്റ്റം മേ ക്രിയേറ്റ് ന്യൂ റിസ്ക്. സോ നമ്മൾ ബീഹാറിലെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഈ ജൂൺ 24 ഇലക്ഷൻ കമ്മീഷൻ ഒരു സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ബീഹാറിൽ നടത്തിയ ഒരു വോട്ടർ ലിസ്റ്റിൽ. സോ ദി പീപ്പിൾ ഹാഡ് ടു ഷോ ദെയർ ബർത്ത് ആൻഡ് സിറ്റിസൺഷിപ്പ് ഡോക്യുമെന്റ്സ്. ഓഗസ്റ്റ് 1 2025 ഓഗസ്റ്റ് 1 ആ ഒരു ഡ്രാഫ്റ്റ് വോട്ടർ ലിസ്റ്റ് പുറത്തു വന്നു. ഏകദേശം 65 ലക്ഷം ആൾക്കാരുടെ പേര് അതിന് റിമൂവ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ. സോ 7.89 ക്രോറിൽ നിന്നും, അതായത് 7.89 കോടി നിന്നും 7.24 ക്രോറായിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. സോ ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ പറഞ്ഞൊരു റീസൺ എന്താന്ന് പറഞ്ഞാൽ അവിടെ അതായത് ഡെത്തും പിന്നെ മൈഗ്രേഷനും ഡ്യൂപ്ലിക്കേറ്റ് IDs ഉണ്ട്. സോ ഇതൊക്കെയാണ് ഇവിടെ ആ ഒരു വോട്ടർ ലിസ്റ്റിന്റെ ഈ ഒരു ടോട്ടൽ ആ ഒരു നമ്പർ കുറയാനുള്ള കാരണം അതാണ് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. Okay, and they also said that these were cases of death, migration, duplicate, or people who couldn't be traced. Okay. സോ അങ്ങനെ ഒരാളുണ്ടോ എന്ന് ഞങ്ങൾക്ക് ട്രേസ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് അവരുടെ പേരെടുത്ത് കളഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞത്. സുപ്രീം കോർട്ട് ഓഗസ്റ്റ് 14 വന്നിട്ട് പറഞ്ഞു, ഇലക്ഷൻ കമ്മീഷന്റെ അടുത്ത് പറഞ്ഞു, ഒരു ബൂത്ത് വൈസ് ലിസ്റ്റ് നിങ്ങൾ പബ്ലിഷ് ചെയ്യണം. ഓക്കെ, പിന്നെ പേര് വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായിട്ടുള്ള റീസൺ തരണം എന്ന് പറഞ്ഞു. ആധാറിനെ ഒരു വാലിഡ് പ്രൂഫ് ആയിട്ട് അംഗീകരിക്കണം എന്നുകൂടി ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു. ഓക്കെ, അല്ല സോറി, നമ്മുടെ സുപ്രീം കോർട്ട് പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ ആധാറിനൊരു പ്രൂഫായിട്ട് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ എക്സ്പേർട്ട് സേസ് ദാറ്റ് ദിസ് ഈസ് എ മാസ് ഡിസ്എൻഫ്രാഞ്ചൈസ്മെന്റ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതായത് ആ ഒരു വോട്ട് ചെയ്യാനുള്ള അവകാശം ജെന്യുവിൻ വോട്ടേഴ്സിന്റെ കയ്യിൽ നിന്നും എടുത്ത് കളയുകയാണ് ചെയ്തത്. ആൻഡ് അതൊരു നാച്ചുറൽ ജസ്റ്റിസിന്റെ വയലേഷൻ ആണ്. ഓക്കെ, people not given their fair chance to defend their inclusion and all. Okay, so അതൊരു ശരിക്കും ഒരു നാച്ചുറൽ ജസ്റ്റിസിന്റെ വയലേഷൻ ആണെന്നാണ്. സോ ഈ ഒരു ഹ്യൂജ് വോട്ടർ ലിസ്റ്റ് ക്ലീനപ്പ് ബീഹാറിൽ നടന്നത് 65 ലക്ഷത്തോളം ആൾക്കാർക്ക് വോട്ട് ചെയ്യാനുള്ള അവരുടെ അവകാശം നഷ്ടപ്പെട്ടു. സോ ബട്ട് critics fear that many genuine voters lost their democratic rights. സോ ഈ മൈഗ്രൻസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം അത് എടുത്തു പറയേണ്ടതാണ്. അതായത് ഈ മൈഗ്രന്റ് വർക്കേഴ്സ് ദേ സ്റ്റിൽ ഹാവ് ടു ട്രാവൽ ബാക്ക് ടു വോട്ട്. ഓക്കെ, അത് അവർക്ക് ഒരുപാട് പൈസ ചെലവുണ്ടാക്കുന്ന കാര്യമാണ്. ആൻഡ് അവർ വോട്ട് ചെയ്യില്ല. ഓക്കെ, നമുക്ക് വേണ്ടത് ഇവിടെ വളരെ ചീപ്പായിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഒരു ട്രാൻസ്പാരന്റ് സിസ്റ്റം ആണ് നമുക്ക്. ഓക്കെ, ലൈക്ക് ഓൺലൈൻ വോട്ടിംഗ് അല്ലെങ്കിൽ റിമോട്ട് വോട്ടിംഗ് പോലെയുള്ള സാധനങ്ങളാണ് വേണ്ടത്. പക്ഷെ അതിനും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, സോ ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഫാൾ ഔട്ടിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസ് കോൺഫറൻസ് അതിനുശേഷം ആഫ്റ്റർ ദി രാഹുൽ ഗാന്ധിസ് പ്രസ് കോൺഫറൻസ് ആ ഒരു ഒപ്പോസിഷൻ പാർട്ടീസ് ദേ മാർച്ച് ടു ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫീസ്. ഓക്കെ, ഒരുപാട് ലീഡേഴ്സ് അറസ്റ്റിലായിട്ടുണ്ട്. ഇപ്പം ഈ പാർലമെന്റ് സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അതായത് ആ ഒരു മൺസൂൺ സെഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ബീഹാറിലെ ഈ ഒരു വോട്ടർ ലിസ്റ്റ് ഇഷ്യൂ ദിസ് ഹാവ് ഡിസ്റപ്റ്റഡ് ദി പ്രൊസീഡിങ്സ്. ഓക്കെ, ആൻഡ് ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ ദേ റിഫ്യൂസ് ടു അലൗ ദാറ്റ് കൈൻഡ് ഓഫ് ഡിബേറ്റ്. സോ അത് ഒപ്പോസിഷൻസിന് അല്ലെങ്കിൽ ആ പാർട്ടീസിന് ദേ ബിക്കേം മോർ യുണൈറ്റഡ്. ആൻഡ് അവരവരുടെ ആ ഒരു പ്രൊട്ടസ്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇനി ഓഗസ്റ്റ് 18 അതായത് പാർലമെന്റ് കൂടുന്നുണ്ട്. സോ അതും അവര് അവിടെ പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. സോ ഈ ഒരു ബീഹാറിലെ ഒരു വോട്ടർ ലിസ്റ്റ് കോൺട്രവേഴ്സി ഇറ്റ് നോട്ട് ഓൺലി റേസസ് വോട്ടർ റൈറ്റ് ഇഷ്യൂസ്. ഓക്കെ, ഒരു വളരെ മേജർ പൊളിറ്റിക്കൽ കോൺഫ്രണ്ടേഷൻ ട്രിഗർ ചെയ്തിരിക്കുകയാണ് ബിറ്റ്വീൻ ദി ഗവൺമെന്റ് ആൻഡ് ദി ഒപ്പോസിഷൻ. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം, വിച്ച് ഈസ് ഹൗ ഡസ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഇഫക്ട് ഹെൽത്ത് എന്നുള്ളതാണ്. സോ കറണ്ട് അഫയേഴ്സിൽ പ്രതീക്ഷിക്കാം, പ്രിലിംസിൽ, അതേപോലെ മെയിൻസിലാണെന്നുണ്ടെങ്കിൽ ഈ കൺസർവേഷൻ, എൻവയോൺമെന്റ്, പൊല്യൂഷൻ, ഡീഗ്രഡേഷൻ ഒക്കെ വരുന്നത് GS പേപ്പർ 3 അപ്പോൾ മെയിൻസിൽ നമുക്ക് അങ്ങനെ കണക്ട് ആക്കാം. അതേപോലെ essaysലും ഓക്കെ എത്തിക്സിലൊക്കെ നമുക്ക് കൊണ്ടുവരാവുന്ന പ്രതീക്ഷിക്കാവുന്ന ഒരു ന്യൂസാണിത്. ഏകദേശം സോ വിൽ കം ടു ദ ന്യൂസ്. ഏകദേശം ഒരു 180ഓളം രാജ്യങ്ങൾ ദേ മെറ്റ് ടു മേക്ക് എ ഗ്ലോബൽ റൂൾ. ഓക്കെ, ഒരു ട്രീറ്റി ഉണ്ടാക്കണം, പ്ലാസ്റ്റിക് പൊല്യൂഷനെതിരെ ഒരു ട്രീറ്റി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഏകദേശം 180ഓളം രാജ്യങ്ങൾ അവർ തമ്മിലൊരു മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നു. സോ ദേ ഓൾറെഡി ഹാവ് എ UN എഗ്രിമെന്റ്. ഓക്കെ, യുണൈറ്റഡ് നേഷൻസിന് എൻവയോൺമെന്റ് പ്രോഗ്രാം റെസൊല്യൂഷൻ ഒക്കെ ഉണ്ട്, ഒരു UN ഓൾറെഡി ഒരു എഗ്രിമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു ലീഗലി ബൈൻഡിങ് അല്ല എന്ന് വേണം പറയാൻ. ഓക്കെ, അതായത് അത് കൺട്രീസിന് ദേ ഡോണ്ട് ഹാവ് ടു ഫോളോ ഇറ്റ്. ഓക്കെ, അവർ വേണ്ടത് ഒരു ബൈൻഡിങ് ട്രീറ്റിയാണ്. ഓക്കെ, സോ ഇറ്റ് വിൽ ഓൺലി ഫോഴ്സ് റിയൽ ആക്ഷൻ. ഓക്കെ, പക്ഷെ ദി കൺട്രീസ് കുഡന്റ് എഗ്രി. സോ ആ ഒരു ഫൈറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇതിന്റെ സ്കോപ്പ് നോക്കുന്ന സമയത്ത് ഷുഡ് വി ഓൺലി മാനേജ് പ്ലാസ്റ്റിക് വേസ്റ്റ്, അതായത് റീസൈക്ലിംഗ് അതേപോലെ ക്ലീനപ്പ് പരിപാടികളാണോ ചെയ്യേണ്ടത്, അതല്ല എത്രത്തോളം പ്ലാസ്റ്റിക് പ്രൊഡ്യൂസ് ചെയ്യണം അതാണോ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ള രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളാണ് അവിടെ ഉണ്ടായത്. ഓക്കെ, അതായത് പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യണോ അതോ എത്ര പ്ലാസ്റ്റിക് പ്രൊഡ്യൂസ് ചെയ്യണം അതിലൊരു കൺട്രോൾ വെക്കണോ എന്നുള്ളതിനെ പറ്റിയിട്ടായിരുന്നു ഇവർ തമ്മിലുള്ള ഒരു മെയിനായിട്ട് ഉണ്ടായിരുന്നുള്ള ഒരു പ്രശ്നം.
പിന്നെ പൈസയുടെ കാര്യമാണ്. രണ്ടാമത്തെ മണിയാണ്. അതായത് ഈ പാവപ്പെട്ട രാജ്യങ്ങളുണ്ടല്ലോ, ഓക്കെ, സോ ഈ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റുമായിട്ട് ഡീൽ ചെയ്യാൻ ആരവർക്ക് പൈസ കൊടുക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പുവർ കൺട്രീസിന്റെ കാര്യം എടുക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല. അപ്പോൾ ഇവർ എങ്ങനെയാണ്, അതായത് ഹൂ വിൽ പേ ഫോർ പുവർ കൺട്രീസ് ടു ഡീൽ വിത്ത് പ്ലാസ്റ്റിക് എന്നുള്ള ആ ഒരു ചോദ്യം ഉയർന്നു വന്നു. ഹെൽത്ത് റിസ്ക് ആണ് മൂന്നാമത്തത്. ഓക്കെ, അതായത് എത്രത്തോളം അതായത് ഡേഞ്ചറസ് ആണ് ഈ ഒരു പ്ലാസ്റ്റിക് ഹ്യൂമൻസിന്, ആൻഡ് ഷുഡ് ദിസ് ബി പാർട്ട് ഓഫ് ദ ട്രീറ്റി എന്നുള്ള ഒരു പ്രശ്നം കൂടി ഉണ്ടായി. സോ ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് എവരി വൺ എഗ്രീസ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഈസ് എ ബിഗ് പ്രോബ്ലം. ഓക്കെ, സോ പക്ഷെ ഇവിടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ദേ ഡിസഗ്രി ഓൺ വാട്ട് ടു റെഗുലേറ്റ് ആൻഡ് ഹൂ പേസ് ഫോർ ദിസ്. ഓക്കെ, ഹൂ പേസ് ദ ബിൽ എന്നുള്ളതൊക്കെയാണ് പ്രശ്നം. സോ എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് ഇത്രയും വലിയൊരു പ്രശ്നമാവുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, അത് വളരെ ചീപ്പാണല്ലോ. അതായത് പ്ലാസ്റ്റിക്സ് ആർ എവ്രിവെയർ ബിക്കോസ് അത് ഒന്നാമത്തെ കാര്യം, ഇത് വളരെ യൂസ്ഫുൾ ആണ് ആൻഡ് ദേ ആർ വെരി ചീപ്പ്. ഓക്കെ, ആൻഡ് ദാറ്റ്സ് വൈ ഇറ്റ് ഓൾസോ മേക്ക് അപ്പ് ദി മോസ്റ്റ് ഓഫ് ദ വേൾഡ്സ് ട്രാഷ്. ഓക്കെ, വേൾഡിന്റെ കംപ്ലീറ്റ് വേസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ടോട്ടൽ വേസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭൂരിഭാഗവും പ്ലാസ്റ്റിക് ആണ്. ആൻഡ് പ്ലാസ്റ്റിക്സ് നമുക്കറിയാം, ഈ ഒരു ഭക്ഷണവും അതേപോലെ ഇപ്പോൾ മരങ്ങളും ഈ സാധനങ്ങളൊന്നും റോട്ടായി പോകുന്നത് പോലെ പ്ലാസ്റ്റിക് അങ്ങനെ പോവില്ല അല്ലെ, അതിൻ്റെ ഒരു പെർസിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ അത് നമ്മുടെ നേച്ചറിൽ ഏകദേശം 100ഓളം വർഷങ്ങൾ ഇതിനിരിക്കാൻ പറ്റും. പിന്നെ ഇത് ഉണ്ടാക്കുന്നത് ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്തുകൊണ്ടാണല്ലോ. ആ ഒരു കെമിക്കൽ കോംപ്ലക്സിറ്റി ഒരു പ്രശ്നമാണ്. ഏകദേശം ഒരു 16,000 മേലെ കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിക് ഉണ്ടാക്കാൻ. ആൻഡ് നമുക്കറിയില്ല കറക്റ്റ്ലി അത് എങ്ങനെയാണ് നമ്മുടെ ഹ്യൂമൻസിനെ അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ ക്ലിയർ ആയിട്ട് ഏതൊക്കെ സാധനങ്ങളെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയില്ല. ഓക്കെ, അതേപോലെ ടോക്സിക് അഡിറ്റീവ്സ് ആണ്. അതായത് ചില പ്ലാസ്റ്റിക്കുകൾ, ഇപ്പോൾ നമ്മുടെ ഈ PVC, പോളിത്തീൻ പോലുള്ള സാധനങ്ങൾ, ഇറ്റ് കണ്ടെയ്ൻസ് 4,000+ ഹാർംഫുൾ കെമിക്കൽസ്. ഓക്കെ, ദാറ്റ് ക്യാൻ ബി പോയ്സണസ്. പിന്നെ എൻവയോൺമെന്റൽ പെനിട്രേഷൻ ആണ്. ഓക്കെ, ഈ പ്ലാസ്റ്റിക്സ് ദേ വിൽ ബ്രേക്ക് ഡൗൺ ടു ടൈനി മൈക്രോ പ്ലാസ്റ്റിക്. ഓക്കെ, ഇത് നമ്മുടെ റിവേഴ്സിലും അതേപോലെ ഓഷ്യൻസിലും സോയിൽസിൽ, ആനിമൽസിൽ, ഈവൻ നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ വരെ മൈക്രോ പ്ലാസ്റ്റിക് ഉണ്ട്. ഓക്കെ, ബോഡിയുടെ ഉള്ളിൽ വരെ മൈക്രോ പ്ലാസ്റ്റിക് കണ്ടെത്തിയ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും വലുത് ഈ വേസ്റ്റ് മിസ്മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ സിമ്പിളാണ് പ്ലാസ്റ്റിക്. ഓക്കെ, പ്ലാസ്റ്റിക് ഷോസ് ഹൗ ബാഡ്ലി ദ വേൾഡ് ഈസ് ഹാൻഡ്ലിംഗ് ദ വേസ്റ്റ്. ഓക്കെ, റീസൈക്ലിംഗ് മാത്രം കൊണ്ട് ഒന്നും എവിടെ എത്താൻ പോകുന്നില്ല, ബിക്കോസ് പ്ലാസ്റ്റിക്സ് ആർ ടു ടോക്സിക് ആൻഡ് ഇറ്റ് ഈസ് ടു വൈഡ് സ്പ്രെഡ്. സോ ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് ഈ പ്ലാസ്റ്റിക്സ് ഇത് വളരെ ചീപ്പാണ്, അതേപോലെ തന്നെ ഇത് അത്രത്തോളം ഡേഞ്ചറസ് ആണ്. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ ലാസ്റ്റ് ഫോർ എവർ, ആൻഡ് ഇതിന് ഇറ്റ് ക്യാൻ സ്പ്രെഡ് എവ്രിവെയർ, and it will expose the failure of global waste system. Okay, and it exposes the failure of global waste system. സോ ഇപ്പോൾ നമ്മൾ ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകളുടെയൊക്കെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ടൈനി പ്ലാസ്റ്റിക് പീസസ് ഇത് ഏകദേശം ഒരു 5 മില്ലിമീറ്ററിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, സോ ദേ ഈദർ കം ഡയറക്ട്ലി ഫ്രം പ്രോഡക്ട്സ് ലൈക്ക് കോസ്മെറ്റിക്സ്, ക്ലോത്ത്, പാക്കേജിങ് ഇവിടുന്ന് വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ വലിയ പ്ലാസ്റ്റിക്കിന് അതിങ്ങനെ ബ്രേക്ക് ഡൗൺ ആവുമല്ലോ, ഈ സാധനം നശിച്ചു പോകില്ലല്ലോ. സോ ഇറ്റ് വിൽ ബ്രേക്ക് ഡൗൺ. ഇതാണ് ഇതിൻ്റെ മെയിൻ സോഴ്സസ്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ഡിറ്റക്ഷൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ, പുതിയ സയൻറ്റിഫിക് ടൂൾസ് അത് കാണിക്കുന്ന ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് ഇത് ഹ്യൂമൻ ബോഡിയുടെ അകത്ത് വരെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ബ്ലഡിലും ഈ ബ്രസ്റ്റ് മിൽക്കിലും അതേപോലെ ബോൺ മാരോയിലടക്കം മൈക്രോ പ്ലാസ്റ്റിക്സിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് അറിയില്ല, അതായത് വി ഡോണ്ട് നോ യെറ്റ്, ലൈക്ക് വി ഡോണ്ട് യെറ്റ് നോ ദി ഫുൾ ഹെൽത്ത് എഫക്ട്സ്. ഓക്കെ, അതായത് ഒരു ലോങ് ടേം സ്റ്റഡീസ് ഇതിനെ പറ്റിയിട്ട് അങ്ങനെ നടക്കുന്നില്ല. അതായത് അത്രത്തോളം ലോങ് ടേം സ്റ്റഡീസ് നടക്കാത്തത് കൊണ്ട് തന്നെ നമുക്കറിയില്ല അത് എങ്ങനെയൊക്കെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് എന്ന്. നമുക്ക് കംപ്ലീറ്റ്ലി ഫുള്ളായിട്ട് ഏതൊക്കെ ആംഗിളിൽ നിന്ന് പണി വരാം എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ ഏർലി റിസർച്ചുകൾ പറയുന്നത്, ഏർലി റിസർച്ച് ലിങ്ക്സ് ദം ടു മെനി പോസിബിൾ ഡിസീസസ് ആൻഡ് ഹെൽത്ത് റിസ്ക്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഗ്ലോബൽ പബ്ലിക് ഹെൽത്ത് കൺസേൺ ആവുന്നത്. ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് ഇത് വളരെ ടൈനിയാണ്, ഇൻവിസിബിൾ പ്ലാസ്റ്റിക്കുകളാണ്, ദാറ്റ് വിൽ എൻറ്റേഴ്സ് അവർ ബോഡി, ആൻഡ് നമുക്ക് കംപ്ലീറ്റ്ലി വി ഡോണ്ട് ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ദെയർ ഡാമേജ് യെറ്റ്, ബട്ട് ദേ കുഡ് ബി വെരി ഹാംഫുൾ. സോ നമ്മൾ ഇന്ത്യയുടെ പ്ലാസ്റ്റിക് പോളിസി എടുക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് ബാനുകളൊക്കെ, അതായത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം 20ഓളം സംസ്ഥാനങ്ങൾ ഈ ഒരു സ്ട്രോ അതേപോലെ പ്ലാസ്റ്റിക് ബാഗുകളും കാര്യങ്ങളൊക്കെ നിരോധിച്ചിട്ടുണ്ട്, ബിക്കോസ് ദേ കാൻ ബി റീയൂസ്ഡ് ഓർ റീസൈക്കിൾഡ് ഈസിലി.
ഓക്കെ, അതുകൊണ്ട് അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ EPR നമ്മൾ പലതവണ നമ്മുടെ ഈ ഒരു സെഷനിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി എന്നുള്ള കാര്യം. ഓക്കെ, സോ ബേസിക്കലി ഇത് ചില റൂൾസ് ആണ്. ഓക്കെ, ഇറ്റ് എക്സിസ്റ്റ് ടു ദി കമ്പനീസ് ടു അവരുണ്ടാക്കിയ പ്ലാസ്റ്റിക് വേസ്റ്റ് അവർ തന്നെ എടുക്കണം എന്നുള്ളൊരു ഇതാണ് ഇത് പറയുന്നത് ബേസിക്കലി. പക്ഷേ ഇത് റിയാലിറ്റിയിലോട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഇത് വളരെയധികം വീക്കാണ്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. Okay, there are some rules exist to make companies take back the plastic waste they produce, but in practice the implementation is very weak. പിന്നെ വളരെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് അപ്രോച്ച് എടുക്കുന്ന സമയത്ത്, ഇന്ത്യയുടെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് അപ്രോച്ച് എടുക്കുമ്പോൾ ഇന്ത്യ ബേസിക്കലി പ്ലാസ്റ്റിക്കിനെ കാണുന്നത് ഒരു ഗാർബേജ് പ്രോബ്ലം ആയിട്ടാണ്. ഓക്കെ, ഒരു കളക്ഷൻ ആൻഡ് ഡിസ്പോസൽ പരിപാടിയായിട്ടാണ് നമ്മൾ അതിനെ നോക്കി കാണുന്നത്. ഓക്കെ, ഒരു കെമിക്കൽ ഹസാർഡ് അല്ലെങ്കിൽ ഒരു ഹെൽത്തിൻ്റെ ഒരു ആംഗിളിൽ നിന്ന് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഓക്കെ, ഹെൽത്ത് ഇമ്പാക്ട്സ് ഇറ്റ് ഈസ് ഇഗ്നോർഡ്. അതായത് ഇന്ത്യ ഹാസൻ ഒഫീഷ്യലി അക്നോളജ്ഡ് ദി ഡയറക്റ്റ് ഹെൽത്ത് റിസ്ക് ഓഫ് പ്ലാസ്റ്റിക് കെമിക്കൽസ്. ഓക്കെ, നമ്മൾ വി ഹാഡ് ഒഫീഷ്യലി അക്നോളജ്ഡ് ദാറ്റ്. ഈ ഒരു ഗ്ലോബൽ ട്രീറ്റിയിൽ ഇന്ത്യയുടെ ആ ഒരു പൊസിഷൻ എടുക്കുന്ന സമയത്ത്, ഈ ഒരു ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റിയിൽ UN-ന്റെ ആ ഒരു സംസാരം നടക്കുന്ന സമയത്ത് ഇന്ത്യ ഒപ്പോസ് ചെയ്തു ഹെൽത്ത് ഇമ്പാക്റ്റ്. ഓക്കെ, അതായത് നമ്മുടെ ആരോഗ്യത്തിന് ഇത് എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്നുള്ള സംഭവം ആ ഒരു ഡീലിലോട്ട് വെക്കുന്നതിന് ഇന്ത്യ ഒപ്പോസ് ചെയ്യാനുണ്ടായത്. ഓക്കെ, ആൻഡ് ഇന്ത്യ പറഞ്ഞത് ഇത് WHO-ന്റെ റോളാണ്, അല്ലാതെ UN-ന്റെ ഈ ഒരു എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ പരിപാടിയല്ല, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ് ഇതൊക്കെ ചെയ്യേണ്ടത്, ഇതിൽ നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു ആംഗിളിലാണ് ഇന്ത്യ സംസാരിച്ചത്. ഇന്ത്യ പ്ലാസ്റ്റിക് ബാൻ ചെയ്യുന്നുണ്ട്, ആൻഡ് ദേ ആർ മേക്കിംഗ് സം കമ്പനീസ് റെസ്പോൺസിബിൾ ത്രൂ ദി EPR ആൻഡ് ഓൾ. പക്ഷേ ഇറ്റ് മെയിൻലി ട്രീറ്റ് ഇറ്റ് ആസ് എ വേസ്റ്റ് ഇഷ്യൂ. ഓക്കെ, വൈൽ ഈ ഒരു ഹെൽത്ത് കൺസേൺസ് ആർ ബേസിക്കലി ദേ ആർ ഡൗൺ പ്ലേഡ് ഹിയർ, both at a home and in global talks. Okay, so let's move on to the next news, which is governors are not aliens. സോ ഇത് ഗവർണർ പവേഴ്സും പ്രസിഡൻഷ്യൽ റഫറൻസും ഒക്കെ ഇവിടെ വരുന്നുണ്ട് ഇതിൽ. മെയിൻലി ഇത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ കേരളത്തിലുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമിഴ്നാട്ടിലുള്ള ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സും ഗവർണേഴ്സും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ടുള്ളതാണ്. ഓക്കെ, ഇതിനിടയിൽ സുപ്രീം കോർട്ടിൻ്റെ ഒരു റൂളിങ്ങും കടന്നു വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ GS പേപ്പർ 2 പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇവിടെ ആർട്ടിക്കിൾ 200-ഉം 201-ഉം 141-ഉം 142 ഒക്കെ വരുന്നുണ്ട്. 200-ഉം 201-ഉം ആണ് ആ ഒരു സ്റ്റേറ്റ് ബിൽസിലുള്ള ഗവർണറിൻ്റെ ആ ഒരു അസെൻറ്റും പ്രസിഡന്റിൻ്റെ അസെൻറ്റ് ടു ദി സ്റ്റേറ്റ് ബിൽസ്. It is in Article 201 and in Article 200 Governor's Assent to State Bills. It deals with that. ഓക്കെ, സോ അങ്ങനത്തെ ഈ കുറച്ച് ആർട്ടിക്കിൾസ് ഇവിടെ ഇൻവോൾവ് ആണ്. പിന്നെ ആ ഒരു സെപ്പറേഷൻ ഓഫ് പവേഴ്സും ഫെഡറലിസം, ഓക്കെ, ദ ഡിസ്ക്രിഷണറി പവർ ഓഫ് ഗവർണർ, ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. സോ കറണ്ട് അഫയേഴ്സിൽ അതേപോലെ ഗവർണറിൻ്റെ റോൾ എന്താണ്, ആ ഒരു ഫെഡറൽ സ്ട്രക്ചറിലുള്ള ഗവർണറിൻ്റെ റോളും ജുഡീഷ്യൽ റിവ്യൂ, കോൺസ്റ്റിറ്റ്യൂഷൻ റോൾസും തമ്മിലുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക. സോ എത്തിക്സിലും essay പേപ്പറിലും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ദിസ് കേസ് ഇസ് എ ലൈവ് എക്സാമ്പിൾ ഓഫ് സെൻട്രൽ സ്റ്റേറ്റ് ടെൻഷൻസ്. ഓക്കെ, ജുഡീഷ്യൽ റിവ്യൂ ആൻഡ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ഓൾ. സോ ഈ ഒരു കേസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എടുക്കുമ്പോൾ ഇവിടുത്തെ എന്താണ് ഇഷ്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഹൗ മച്ച് പവർ ഡസ് എ ഗവർണർ ഹാവ് വെൻ അപ്രൂവിങ് ഓർ റിജക്റ്റിംഗ് ബിൽസ് പാസ്ഡ് ബൈ എ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്നുള്ളതാണ്. അതായത് ഒരു സ്റ്റേറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളിൽ അത് അപ്രൂവ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനുള്ള ഒരു അധികാരം, എത്രത്തോളം അധികാരപരിധി ഗവർണർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഇഷ്യൂ. ഏപ്രിൽ 2024 സുപ്രീം കോർട്ട് പറഞ്ഞിരുന്നു, അതായത് ഗവർണർ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ മുന്നോട്ട് വരുന്ന ബില്ലുകൾ വിത്തിൻ 3 months നിങ്ങൾ അതിലൊരു തീരുമാനം എടുക്കണം എന്ന് നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് യു കൻ നോട്ട് ഡിലേ ദാറ്റ് ഫോർ എവർ എന്നുകൂടി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ജീവിതകാലം മുഴുവൻ അത് അവിടെ തന്നെ വെക്കാം എന്നല്ല. ഇവിടെ വേറൊരു പ്രശ്നം വരുന്നുണ്ട്. അതായത് ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല, അതായത് എത്രത്തോളം സമയം എടുക്കാം എന്നുള്ള കാര്യമൊന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ നേരെ പറയുന്നില്ല. അതൊരു പ്രശ്നമാണ്. ഓക്കെ, സോ വൈസ് ഇസ് കോൺട്രവേഴ്ഷ്യൽ എന്ന് നോക്കുമ്പോൾ നമ്മുടെ യൂണിയൻ ഗവൺമെന്റ് അല്ലെങ്കിൽ സെന്ററിന് ഇത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞത്. സോ ഇറ്റ് ആസ്ക്ഡ് ദി സുപ്രീം കോർട്ട് അഗെയിൻ വിയ പ്രസിഡൻഷ്യൽ റെഫറൻസ് വഴി ഈ ചോദ്യം ഒന്നും കൂടി ചോദിക്കുകയാണ് സുപ്രീം കോർട്ടിൻ്റെ അടുത്ത്. ഓക്കെ, അല്ലെങ്കിൽ ഈ കേസ് ക്ലോസ്ഡ് ആണ്, അതാണ് പിന്നെ ഒരു പ്രശ്നം. ഓക്കെ, അതുകൊണ്ടാണ് കേരളവും തമിഴ്നാടും പറയുന്നത് സുപ്രീം കോർട്ടിൻ്റെ ആ ഒരു ഇറ്റ് ഈസ് ബൈൻഡിങ് ഇൻ നേച്ചർ. ഓക്കെ, സുപ്രീം കോർട്ടിൻ്റെ ആ ഒരു റൂളിങ് അത് ഇറ്റ് ഈസ് ബൈൻഡിങ് ഇൻ നേച്ചർ ആയിട്ട് നമ്മളത് അനുസരിച്ചേ പറ്റൂ.
സോ അതിനിടയിൽ പിന്നെയും ഒരു പ്രസിഡൻഷ്യൽ റെഫറൻസ് വഴി ആ ഒരു കേസിനെ പിന്നെയും കുത്തിപ്പൊക്കി എടുക്കുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു പ്രസിഡൻഷ്യൽ റെഫറൻസ് വഴി ദേ ആർ സീക്കിംഗ് ക്ലാരിഫിക്കേഷൻ ഓൺ ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതാണ് ഇവിടെ അതായത് അതാണ് ഇവിടെ യൂണിയൻ ഗവൺമെന്റ് ചെയ്യുന്നത് സുപ്രീം കോർട്ടിലൂടെ. സെന്ററിന്റെ ആർഗ്യുമെന്റ് എന്താന്ന് പറഞ്ഞാൽ ഗവർണേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് ആണ്, ആൻഡ് അവർ പോസ്റ്റ് ഓഫീസ് ഒന്നും അല്ല, ദേ ആർ നോട്ട് ഈക്വൽ ടു റബ്ബർ സ്റ്റാമ്പ് എന്നൊക്കെയാണ് പറഞ്ഞത്. ആൻഡ് ആർട്ടിക്കിൾ 200 ആർട്ടിക്കിൾ 201 അതിലൊരു ഇപ്പോൾ ഈ ബില്ലിലുള്ള ഒരു അസന്റ്, അതായത് ഗവർണറിന്റെയും നമ്മുടെ പ്രസിഡന്റിന്റെയും, സോ ഇതിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾസ് ആണ് 200 ആൻഡ് 201. അതിലൊരു ഡെഡ് ലൈൻസിനെ പറ്റിയിട്ട് അതിൽ മെൻഷൻ ചെയ്യുന്നില്ല. ആൻഡ് സുപ്രീം കോർട്ടിന് സ്വന്തമായിട്ട് അങ്ങനെ ഒരു ഡെഡ് ലൈൻ ഇതിനുള്ളിലോട്ട് കുത്തിക്കയറ്റാൻ പറ്റില്ല എന്നാണ് സെൻറ്റർ പറയുന്നത്. പിന്നെ ഗവർണറിന്റെ റോള്, ഓക്കെ, സോ ഗവർണറിന്റെ മെയിൻ ആയിട്ടുള്ള റോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു പ്രൊവൈഡ് എ ചെക്ക് അഗെയിൻസ്റ്റ് ഹേസ്റ്റി ഓർ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ലോസ്. ഓക്കെ, എന്തെങ്കിലും ഒരു ബില്ല് പാസ്സായി കഴിഞ്ഞാൽ അതായത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്തെങ്കിലും ഒരു ബില്ല് പാസ്സായി കഴിഞ്ഞാൽ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ എന്ന് നോക്കലാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ളൊരു പണി. സുപ്രീം കോർട്ടിന്റെ ആ ഒരു ഓവർ റീച്ചിനെ പറ്റിയിട്ടും എടുത്തു പറയുന്നുണ്ട്. കോർട്ട് കൻ നോട്ട് ക്രിയേറ്റ് എ ഡീംഡ് അസെന്റ് പവർ ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡസൻ മെൻഷൻ. ഓക്കെ, അതായത് സുപ്രീം കോർട്ടിന്റെ ആ ഒരു പരിധി പറയാനുള്ളൊരു അവകാശമില്ല എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. ഒപ്പോസിഷൻ ആർഗ്യുമെന്റ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് എസ്പെഷ്യലി ഫ്രം സ്റ്റേറ്റ്സ് ലൈക്ക് കേരള ആൻഡ് തമിഴ്നാട്, ഏപ്രിൽ 2024 ഈ ഒരു ജഡ്ജ്മെന്റ് ഇത് സെറ്റിൽ ചെയ്തിട്ടതാണ്. ആൻഡ് യു കൻ നോട്ട് റീഓപ്പൺ ദ കേസ് ത്രൂ എ പ്രസിഡൻഷ്യൽ റെഫറൻസ് എന്നാണ് പറയുന്നത്. ആൻഡ് പിന്നെ പറയുന്നത് സുപ്രീം കോർട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബൈൻഡിങ് ഇൻ നേച്ചർ. ആർട്ടിക്കിൾ 141 പറയുന്നത് സുപ്രീം കോർട്ടിന്റെ ജഡ്ജ്മെന്റ് ഇറ്റ് ഈസ് ബൈൻഡിങ് ഓൺ എവ്രി വൺ ഇൻക്ലൂഡിങ് ദി ഗവൺമെന്റ്. ഓക്കെ, അത് പറഞ്ഞത് കേട്ടേ പറ്റൂ. അതേപോലെ സെന്റർ ഈസ് ഇൻഡയറക്ട്ലി ചാലഞ്ചിങ് എ ജഡ്ജ്മെന്റ് ഇൻസ്റ്റെഡ് ഓഫ് ഫയലിംഗ് എ പ്രോപ്പർ റിവ്യൂ. ഓക്കെ, ഒരു ഇംപ്രോപ്പർ ചാനലിലൂടെയാണ് ഇവരിത് നീക്കുന്നത്, സെന്റർ ഇങ്ങനെ പോകുന്നത് എന്നാണ് പറയുന്നത്. സോ ഇവിടെ സെപ്പറേഷൻ ഓഫ് പവേഴ്സും ഫെഡറലിസവും ഗവർണറിന്റെ റോളും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് നോക്കുമ്പോൾ നമുക്ക് പറയാനുള്ള സുപ്രീം കോർട്ടിന് അങ്ങനെ ഒരു ഡെഡ് ലൈൻ നിശ്ചയിക്കാനുള്ളൊരു അവകാശമുണ്ടോ, അധികാരമുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അത് ഭരണഘടനയിലില്ല, സുപ്രീം കോർട്ടിന് ഇത് പറ്റുമോ എന്നുള്ളതാണ്. ഫെഡറലിസത്തിന്റെ കാര്യം നോക്കുമ്പോൾ നമുക്കറിയാം ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് സെന്ററാണ്. ഓക്കെ, ആ അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്റ്റേറ്റ് ലോസ് അത് ബ്ലോക്ക് ചെയ്യാനുള്ള അധികാരമുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം. ഓക്കെ, സോ ദിസ് ഫൈറ്റ് ഈസ് അബൌട്ട് ഹൂ ഈസ് ദ റിയൽ ബോസ്. ഓക്കെ, അതായത് സ്റ്റേറ്റ് ലോസിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ എലക്റ്റഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ അല്ലെങ്കിൽ ഗവർണർ ആണോ? ഗവർണർ എന്ന് പറഞ്ഞാൽ ഈസ് ബാക്ക്ഡ് ബൈ ദി സെന്റർ. ഓക്കെ, സോ ഇവിടെ ആരാണ് റിയൽ ബോസ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ദ സുപ്രീം കോർട്ട് ട്രൈ ടു ലിമിറ്റ് ദി ഗവർണേഴ്സ് ഡിലേ പവർ. Okay, but the center says the court went too far. So we can move to our next news, which is chasing corals, hope blooms in Gulf of Mannar. സോ ഇത് ഗൾഫ് ഓഫ് മന്നാറിലെ ഒരു കോറൽ റീഫ് റീസ്റ്റോറേഷനെ കുറിച്ചുള്ളൊരു ന്യൂസാണ്. സോ ഓവർ ദ ലാസ്റ്റ് 20 years ഏകദേശം 40,000 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഓഫ് ഡാമേജ്ഡ് കോറൽ റീഫുകൾ നമ്മൾ റിപ്പയർ ചെയ്തിരിക്കുകയാണ്. So, scientists have planted more than 51,000 coral pieces on the seafloor. ഏകദേശം 5,500 ആർട്ടിഫിഷ്യൽ ബേസസ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു കോറൽസിനെ ഗ്രോ ചെയ്യാനുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാക്കി കൊടുത്തു. 20ഓളം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോറൽസ്, ഏകദേശം 20ഓളം ടൈപ്പ് ഓഫ് കോറൽസ് were planted to keep that genetic diversity. സോ മോർ ദാൻ ഹാഫ് സർവൈവ്ഡ്. ഓക്കെ, ഒരു 55 മുതൽ 80% ഓഫ് കോറൽസിൻ്റെ ആ ഒരു സർവൈവൽ നമുക്ക് കാണാൻ സാധിച്ചു. കോറൽ റീഫ്, ആ ഒരു കോറൽ കവർ ഇറ്റ് ഹാവ് ഇൻക്രീസ്ഡ് എ ലോട്ട്. 2006 2.7% ആയിരുന്നു. 2020 ആയപ്പോഴേക്കും അത് 18.8% വർദ്ധിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ആൻഡ് ഈ കോറൽസിൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് അതായത് ഫിഷസ്. ഓക്കെ, ആ ഒരു ഫിഷിൻ്റെ ആ ഒരു നമ്പർ വളരെയധികം കൂടിയിട്ടുണ്ട്. ഏകദേശം ഈ വാൻ ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലം ഗൾഫ് ഓഫ് മന്നാറിൻ്റെ അതിൽ പെട്ടൊരു ഐലൻഡാണ്. ഓക്കെ, വാൻ ഐലൻഡ്. സോ 63ഓളം സ്പീഷീസ് ഹാവ് ബീൻ സ്പോട്ടഡ് അറ്റ് ദി വാൻ ഐലൻഡ് ഡ്യൂ ടു ദി കോറൽ റീഫ് റീസ്റ്റോറേഷൻ ദെയർ. ഇപ്പോൾ തമിഴ്നാട് TN ഷോർ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് തമിഴ്നാടിനൊരു പ്രോഗ്രാം ഉണ്ട്. സോ അതിലൂടെ 8,500ഓളം ആർട്ടിഫിഷ്യൽ റീഫ് മൊഡ്യൂൾസ് ബിൽഡ് ചെയ്തിട്ടുണ്ട് ടു സപ്പോർട്ട് ദി മറൈൻ ലൈഫ്. അതേപോലെ കരിയാച്ചാലി ഐലൻഡ്, അതും ഗൾഫ് ഓഫ് മന്നാറിൻ്റെ ഒരു പാർട്ടാണ്. സോ ആ ഒരു ഐലൻഡിലും വളരെയധികം കോറൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇനിഷ്യേറ്റീവ് തമിഴ്നാട് ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. ആൻഡ് ദേ ഹാവ് റീസ്റ്റോർഡ് മോർ ദാൻ 2 acres ഓഫ് കോറൽ റീഫ് പ്ലസ് 3 acres ഓഫ് സീ ഗ്രാസ്.
ഓക്കെ, സീഗ്രാസ് നമുക്കറിയാം, അത് ഫിഷിലും അത്യാവശ്യമാണ്. അതേപോലെ തന്നെ കാർബൺ അബ്സോർബ് ചെയ്യാൻ ഇത് വളരെയധികം സഹായിക്കും. സോ ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് ദേ ആർ ബ്രിങ്ങിങ് ലൈഫ് ബാക്ക് ടു ദ സീ ബൈ പ്ലാന്റിങ് കോറൽസ് ആൻഡ് ബിൽഡിംഗ് ആർട്ടിഫിഷ്യൽ റീഫ്സ്. ഓക്കെ, സോ അതിലൂടെ മത്സ്യങ്ങളെല്ലാം തിരിച്ച് ആ ഒരു സ്ഥലത്തേക്ക് വരികയും അവിടുത്തെ ഒരു ബയോഡൈവേഴ്സിറ്റി ഇംപ്രൂവ് ചെയ്യാനും ആ ഒരു കോസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ന്യൂസ്. നമ്മുടെ പുതിയ ഒരു ഇൻകം ടാക്സ് ലോനെ കുറിച്ചിട്ടുള്ളൊരു ന്യൂസാണിത്. ന്യൂ ഇൻകം ടാക്സ് ലോ 2025. സോ ഇതിനെപ്പറ്റി പണ്ടുണ്ടായിരുന്ന നിയമം ഉണ്ടായിരുന്ന 1961 നിയമമായിരുന്നു. ആൻഡ് പുതിയൊരു ന്യൂ സിംപ്ലിഫൈഡ് ലോ ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ്. ആൻഡ് ഒരുപാട് സെക്ഷൻസ്, ഏകദേശം 819 സെക്ഷൻസ് ഉണ്ടായിരുന്നത് 536 ആയിട്ട് കുറയ്ക്കുകയാണ് ഉണ്ടായത്. പിന്നെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഇറ്റ് ഹാസ് ബീൻ കട്ട് ഡൗൺ. ഓക്കെ, അതിൽ തന്നെ ആ ഒരു നിയമത്തിൽ തന്നെയുള്ള ഒരുപാട് ചാപ്റ്റേഴ്സ് 47 നിന്നും 23 ചാപ്റ്റർ ആയിട്ടൊക്കെ കുറച്ചിട്ടുണ്ട്. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ്, ഓക്കെ, ഒരുപാട് ടെക്നിക്കൽ ടേമുകളും കാര്യങ്ങളൊക്കെ വളരെയധികം കുറച്ചിട്ടുണ്ട്. ദ ലാംഗ്വേജ് ഹാസ് മെയ്ഡ് ഈസി. പുതിയ കുറച്ച് ടേബിൾസും ഫോർമുലാസും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഫോർ ബെറ്റർ ക്ലാരിറ്റി. സോ ടാക്സ് പേയേഴ്സിന് വളരെ നല്ല കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ലൈക്ക് യു ക്യാൻ അപ്ഡേറ്റ് യുവർ ടാക്സ് റിട്ടേൺസ് അപ് ടു 4 years ലേറ്റർ വിത്തൗട്ട് എനി പെനാൽറ്റി. എന്തെങ്കിലും ഒരു ടാക്സ് കേസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് 5 വർഷത്തിനുള്ളിലേ അത് റീഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, ആ ഒരു പരിധി കുറച്ച് കൂടുതലായിരുന്നു. സോ ടാക്സ് കേസസ് ക്യാൻ ബി റീഓപ്പൺഡ് ഓൺലി വിത്തിൻ 5 years. അതേപോലെ ഈ MAT AMT പോലെയുള്ള റൂൾസിൽ അത് കുറച്ചും കൂടി ക്ലിയർ ആക്കിയിട്ടുണ്ട്. മിനിമം ഓൾട്ടർനേറ്റ് ടാക്സും ഓൾട്ടർനേറ്റ് മിനിമം ടാക്സുമാണ്. മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ഉണ്ടാവില്ലേ, വലിയ വലിയ കമ്പനികൾക്ക് നമുക്കറിയാലോ ഒരുപാട് ടൈപ്പ് ഓഫ് എക്സംഷൻസ്, ടാക്സ് എക്സംഷൻസ് കൊടുക്കുന്നുണ്ട്. സോ അവർ എന്തായാലും കൂടി അവരൊരു മിനിമം എമൗണ്ട് അവർ അടച്ചേ പറ്റൂ, അല്ലേ? ഒരു എക്സംഷൻസ് അവർക്ക് എടുക്കാം, ടാക്സ് എക്സംഷൻസ് അവർക്ക് അവർ സോഷ്യൽ സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ മറ്റ് ഇപ്പോൾ ചാരിറ്റി ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ടാക്സിൽ വളരെയധികം റിഡക്ഷൻ കിട്ടുന്നതാണ്. എന്നാലും ഒരു മിനിമം ടാക്സ് അവർ കൊടുത്തേ പറ്റൂ. ആ ഒരു റേറ്റ് ആണ് ഈ ഒരു മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ്. ഓൾട്ടർനേറ്റ് മിനിമം ടാക്സ് എന്നുള്ളത് ഇപ്പം നമ്മുടെയൊക്കെ ഇൻകം, ഇപ്പോൾ പേഴ്സണൽ ഇൻകം നിങ്ങൾ കൊടുക്കുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു പരിധിക്ക് അപ്പുറത്ത് നമുക്ക് ശമ്പളം ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മിനിമം ഒരു ടാക്സ് നമ്മൾ കൊടുത്തേ പറ്റൂ. ഓക്കെ, അതാണ് ഈ ഒരു AMT. ഓക്കെ, മറ്റേ MAT എന്നുള്ളത് കമ്പനീസിനുള്ളതും AMT എന്നുള്ളത് നമുക്കുള്ളതുമാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഫോർ ഇൻഡിവിജ്വൽസ് AMT. സോ അതേപോലെ തന്നെ ഈ ടാക്സ് ഓഫീസേഴ്സിൻ്റെ കാര്യം എടുക്കുമ്പോൾ ദർ ഇസ് ലെസ് സ്കോപ്പ് ഫോർ ഡിസ്ക്രീഷൻ ബൈ ടാക്സ് ഓഫീസേഴ്സ്. ഓക്കെ, ഇവിടെ കൺസേണിങ് ആയിട്ടുള്ള പാർട്ട് ഇതൊക്കെയാണ്. അതായത് ടാക്സ് ഒഫീഷ്യൽസിന് നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇമെയിൽ പാസ്വേഡ്സ് ഇവർക്ക് ഇതിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതാണ് കൺസേണിങ് പാർട്ട്. ഓക്കെ, അവർക്ക് ചോദിക്കാം, നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇമെയിൽ പാസ്വേഡ് അവർക്ക് ചോദിക്കാം, അതിനുള്ളൊരു അധികാരം കൊടുക്കുന്നുണ്ട്. ആൻഡ് ദേ ക്യാൻ ബ്രേക്ക് ഇൻ ടു അവർ കമ്പ്യൂട്ടർ സിസ്റ്റം. Okay, they can seize the electronic data broadly, okay, with no clear limit and all. So these are all the concerning parts of this new law. സോ ആദ്യത്തെ ഡ്രാഫ്റ്റ് വന്നത് ഈ ഒരു ഫെബ്രുവരിയിലാണ്. ആൻഡ് ഇറ്റ് വാസ് സെൻഡ് ടു ദി സെലക്ടഡ് കമ്മിറ്റി. ഫൈനൽ ലോ ഇപ്പോൾ ഓഗസ്റ്റിൽ വന്നിട്ടുണ്ട്. ബട്ട് വിതൗട്ട് എനി ഡിബേറ്റ് ഇൻ പാർലമെന്റ് ആൻഡ് ഓൾ. ഗവൺമെന്റ് പറയുന്നത് അതൊരു സിംപ്ലിഫിക്കേഷൻ ഓഫ് ലോ ആണ്, ഞങ്ങൾ ഒരിക്കലും ടാക്സ് റേറ്റിൽ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ എന്നുള്ളൊരു പാർട്ടാണ് അവരുടെ പാർട്ട് പറയുന്നത്, ഗവൺമെന്റ്. ഓക്കെ, സോ ആ ഒരു ലോ, ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് ദ ലോ ഈസ് സിമ്പിൾ ആൻഡ് മോർ ടാക്സ് പെയർ ഫ്രണ്ട്ലി ഇൻ സം വേസ്. പക്ഷേ ഇത് അവർക്ക് ടാക്സ് ഒഫീഷ്യൽസിന് വളരെ വൈഡ് പവേഴ്സ് കൊടുക്കുന്നുണ്ട് ഓവർ ഡിജിറ്റൽ ഡാറ്റ, ആൻഡ് വിച്ച് ഈസ് വെരി വെരി വെറി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.